Hey my beautiful, welcome back to my Pops channel. ക്യുക്കായിട്ടൊരു ലവ് റീഡിംഗ് ആണ്. ദ പേഴ്സൺ ഓൺ യുവർ മൈൻഡ്, അവരുടെ കറന്റ് ഫീലിംഗ്സ്, സിറ്റുവേഷൻ എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് ക്യുക്കായിട്ട് നോക്കുന്നത്. ഓൾറൈറ്റ്, സോ രണ്ട് ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ, ഗ്രൂപ്പ് നമ്പർ 1 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 2. സോ തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ ആൻഡ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു ഗ്രൂപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. ജനറിക് റീഡിംഗ് ആണ്. സോ നിങ്ങൾ ലൈവ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. സെലക്ട് യുവർ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. ഹേ ഗ്രൂപ്പ് നമ്പർ 1, ദ പേഴ്സൺ ഓൺ യുവർ മൈൻഡ്, എന്താണ് അവരുടെ കറന്റ് ഫീലിംഗ്സ്, കറന്റ് സിറ്റുവേഷൻ. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയെ ഒന്ന് ഓർക്കുക, അവരായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവരെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് എന്താണോ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ഫീലിങ്സ് എല്ലാം ഒന്ന് ഒബ്സർവ് ചെയ്യാം. ദ പേഴ്സൺ ഓൺ യുവർ മൈൻഡ്, എന്താണ് ഈ ഒരു സമയം നിങ്ങൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് കേൾക്കേണ്ടത്. മേ ബി ഈ ഒരു സമയം എന്തെങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു റെസ്പോൺസ് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല, വളരെ കോൾഡ് ആയിട്ടുള്ളൊരു നേച്ചർ ആയിരിക്കാം. ഓക്കെ, ഒരു ഫയർ നിങ്ങൾക്ക് ഈ ഒരു സമയം തോന്നുന്നുണ്ടാവില്ല. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു ഹോപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവില്ല. ഡിസ്റ്റൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ആൻഡ് മോർ ഓവർ, ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടോ അവൈലബിൾ ആവുന്നുണ്ടാവില്ല. സിറ്റുവേഷൻസ് കാരണമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ വ്യക്തി ഒരു സമയം ഒരു ഡിസ്റ്റൻസ് ആയി നിൽക്കുന്നുണ്ട്. ഓക്കെ, സ്റ്റക്കാണ്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ച് ഈ ഒരു സമയത്തൊരു മൊമെന്റ്സ് ഉണ്ടാവുന്നില്ല. ഓക്കെ, ഒരു ആക്ഷൻ ഉണ്ടാവുന്നില്ല. സോ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുന്നില്ല. സോ നിങ്ങൾ ആക്ച്വലി ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്കാണ്. അവരും അന്വേഷിക്കുന്നത് അഗെയിൻ ഒരു കീ ആണ്. ഈ ഒരു സിറ്റുവേഷന് എങ്ങനെ പുറത്തേക്ക് വരണം, എന്ത് ചെയ്യണം എന്നുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കാം. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടും അവർ സ്റ്റക്ക് ആയിരിക്കാം, ഈ ഒരു റിലേഷൻഷിപ്പ് കാരണമായിരിക്കാം, അല്ലെങ്കിൽ ഇതിൽ സംഭവിച്ചിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ടായിരിക്കാം അവർ കുറച്ച് ഉൾവെലിഞ്ഞ് നിൽക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, പക്ഷെ അവർക്ക് എന്തൊരു ഹെൽപ്പ് ഉണ്ടാവണം, അല്ലെങ്കിൽ അവർക്ക് എന്തൊരു ക്ലാരിറ്റി ഉണ്ടാവണം. എസ്പെഷ്യലി നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഈവൻ നിങ്ങളുടെ അടുത്തൊരു കോൾഡ് നേച്ചറാണ് കാണിക്കുന്നതെങ്കിലും. ഓക്കെ, കാരണം ഈ ഒരു സിറ്റുവേഷനിൽ അവർക്കൊരു ഹെൽപ്പ് ഉണ്ടാവണം, അവർക്ക് ഈ ഒരു സിറ്റുവേഷന് പുറത്തേക്ക് വരാൻ. ഓക്കെ, പല പല കാര്യങ്ങൾ കൊണ്ട് സ്റ്റക്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. ഓക്കെ, സോ മേ ബി കുറച്ച് സമയമായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു കോണ്ടാക്ട് ഉണ്ടാവില്ല. ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻസ് ഡെഫിനറ്റ്ലി അവർ എടുക്കുന്നുണ്ടാവില്ല. ബട്ട് ഡെഫിനറ്റ്ലി അവരെന്തോ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില പ്രിപ്പറേഷനിലായിരിക്കാം അവരുടെ ലൈഫിൽ ചില കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. എഗെയിൻ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്തും അവരൊരു ആക്ഷൻ എടുക്കാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കൺഫർമേഷന് വേണ്ടിയിട്ടോ നിങ്ങൾ വരാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം ചില ആളുകൾക്ക് ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ആക്ച്വലി ചില ഐഡിയാസ് നോക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ അവർ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ ആക്ഷനിൽ അത് നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. ഓക്കെ, ഈ വ്യക്തി നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്, ഇവൻ നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിലും. സോ ലെറ്റ്സ് സീ എന്താണ് അവരുടെ ഒരു കറന്റ് സിറ്റുവേഷൻ. അവർക്ക് എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാനുണ്ട് ഡെഫിനറ്റ്ലി. ഓക്കെ, അവരുടെ പല കാര്യങ്ങളും അവരുടെ ഫീലിങ്സ് ആയിരിക്കാം. അവർക്ക് ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് ലൈഫിൽ പെർഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, നിങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സംഭവിച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരാനുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കാം മേ ബി അവിടെ ഒരു വെയിറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു വ്യക്തിക്ക് തരേണ്ടതായിട്ടുണ്ട്, ഓഫർ ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, ലെറ്റ്സ് സീ what is their current feelings for you. What's their current feelings for you? ഓക്കെ, സോ അവരായിട്ട് വെരി സൂൺ ഒരു ആക്ഷൻ എടുക്കുന്നുള്ളത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. കാരണം പല പല സിറ്റുവേഷൻസ് കൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവുന്നില്ല. ഓക്കെ, ഈവൻ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും, ഈവൻ അവര് ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി നോ ആക്ഷൻ സിറ്റുവേഷൻ ആണ്. ഓക്കെ, വളരെ കോൾഡ് ആയിട്ടുള്ളൊരു നേച്ചറാണ്, വളരെ കോൾഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്
നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ടായിരിക്കാം. അത് മേ ബി അവരുടെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതായിരിക്കാം. ഓക്കെ, സോ അവര് ഡെഫിനറ്റ്ലി നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളെ കാണാനാണ്, നിങ്ങളായിട്ടുള്ളൊരു സന്തോഷമായിട്ടുള്ളൊരു ടൈം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളായിട്ട് ആ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ ലൈഫിൽ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ നോ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ആളുകളോ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിലൊക്കെ അറ്റാച്ച്മെന്റ് ഡെഫിനറ്റ്ലി ഈ വ്യക്തിക്ക് നിങ്ങളടുത്ത് ഉണ്ടാവുന്നുണ്ട്. ലോയൽ ആണ് ഈ വ്യക്തി. ഓൾറൈറ്റ്, മേ ബി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കണം ഈ വ്യക്തി ഈ ഒരു സമയത്ത് കുറച്ച് ബാക്കോട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം, കോൾഡ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ അടുത്ത് വലിയൊരു ഇൻട്രസ്റ്റ് കാണിക്കാതെ നിൽക്കുന്നുണ്ടായിരിക്കാം. അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം എന്നുള്ളതായിരിക്കാം. നിങ്ങൾക്ക് പകരം വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം എന്നുള്ളതായിരിക്കാം. ബട്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത്, ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് വളരെ ലോയൽ ആയിട്ടാണ് കാണുന്നത്. അതേസമയം വളരെ ഈഗോ കണക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയം. സോ അവരുടേതായിട്ടുള്ള ഒരു ഈഗോയിലായിരിക്കാം നിൽക്കുന്നുണ്ടായിരിക്കാം, അവരുടേതായിട്ടുള്ള തീരുമാനത്തിലായിരിക്കാം നിൽക്കുന്നുണ്ടായിരിക്കാം. അവര് ഓപ്പൺ ആവുന്നില്ല, അവരുടെ ഒരു ഫീലിങ്സ് ഓപ്പൺ ആവുന്നില്ല. ഓക്കെ, പക്ഷെ മനസ്സിലാക്കുക ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരാനുള്ള വലിയ ആഗ്രഹം ഉണ്ടാവുന്നുണ്ട്. ഈ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളുടെ ഒരു ഭാഗം എപ്പോഴും പ്ലസന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് കുറച്ച് കോൺഫിഡൻസ് തരുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണത്, അല്ലെങ്കിൽ വ്യക്തിയാണ് നിങ്ങൾ. ഈ ഒരു റിലേഷൻഷിപ്പിൽ ചില കാര്യങ്ങൾ അവരുടെ പ്ലാനിങ്ങിൽ ഉണ്ടാവുന്നുണ്ട്. മേ ബി അത് കണക്ട് ചെയ്യാനുള്ള ഒരു റൈറ്റ് ടൈം ഇതല്ലാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് വലിയൊരു റിയാക്ഷനോ വലിയൊരു ഫയറോ ഈ ഒരു സമയത്ത് തോന്നാത്തത്. ഓക്കെ, പക്ഷെ മനസ്സിലാക്കുക, ഈ വ്യക്തിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഒരു മനസ്സിൽ നിങ്ങളെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളടുത്ത് ലോയൽ ആയിട്ട് നിൽക്കാനുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഈ വ്യക്തി എങ്ങനത്തെ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു രീതിയിൽ ഈ ഒരു വ്യക്തി എവിടേക്കോ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഈ വ്യക്തി നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ പ്ലാനിങ്ങിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഈ അടുത്തൊന്നും നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്തുനിന്നൊരു ആക്ഷൻ എക്സ്പെക്ട് ചെയ്യരുത്. കാരണം അവര് ഒരു ആക്ഷൻ എടുക്കാൻ ഈ ഒരു സമയത്ത് പ്രിപ്പയർഡ് അല്ല. മേ ബി ഈ വ്യക്തി ഈ ഒരു സമയത്ത് അവരുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിലോ അവരുടെ ജോബിലോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് എൻഗേജ്ഡ് ആയിരിക്കാം. അത് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കാം. ഓൾറൈറ്റ്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് അവരുടെ ലൈഫിൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അവരുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്കുള്ള ഒരു സ്ഥാനം അവിടെ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളടുത്ത് ലോയൽ ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു സമയം. നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻ ആയിട്ട് ഈ ഒരു സമയം ആ ഒരു ഡിസ്റ്റൻസിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫയർ ആ വ്യക്തിയുടെ അടുത്ത് ഈ ഒരു സമയത്ത് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും സിറ്റുവേഷൻസ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ ഇതിന്ന് എങ്ങനെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ അതിന്ന് എങ്ങനെ പുറത്തേക്ക് വരാം എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു സമയം ചിന്തിക്കേണ്ടത്. അതിലുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആ വ്യക്തിയും ചിന്തിക്കുന്നത് ആ ഒരു സൊല്യൂഷനെ പറ്റിയിട്ടാണ്. ഈ ഒരു ഇപ്പം എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് അതിന് എന്തെങ്കിലും മാറ്റം വരാൻ, അല്ലെങ്കിൽ അതിന്ന് പുറത്തേക്ക് വരാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. Hey group number 2, the person on your mind. Let's see എന്താണ് അവരുടെ കറന്റ് ഫീലിംഗ്സ്, സിറ്റുവേഷൻ. തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. അവരായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള കുറച്ച് നല്ല മൊമെന്റ്സ് ഒക്കെ മനസ്സിലോർത്തെടുക്കുക. എന്താണ് ആ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? എന്താണ് ആ വ്യക്തിയുടെ ഒരു കറന്റ് സിറ്റുവേഷൻ, ഫീലിംഗ്സ് ഫോർ യു? അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ? അവർ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ടോ? ഓക്കെ, ഞാൻ എപ്പോഴും ലവ് റീഡിങ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വരുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലായിരിക്കാം ഈ ഒരു സമയത്ത്. ഓക്കെ, കാരണം നിങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിലൊരു ഫയർ ഉണ്ടാവുന്നുണ്ട് റിലേഷൻഷിപ്പിൽ, നല്ല രീതിയിലൊരു അട്രാക്ഷൻ, മ്യൂച്വൽ അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ടൈം, എഫേർട്ട് എല്ലാം ഒരേ രീതിയിൽ നിങ്ങൾക്ക് പരസ്പരം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ വെരി സൂൺ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരും. മേ ബി ഐ എം ഹിയറിംഗ് ലൈക്ക് ഇത് നിങ്ങളുടെ ക്രഷ് ആയിരിക്കാം ചില ആളുകൾക്ക്. ഓക്കെ, സോ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കണം ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തൊരു മ്യൂച്വൽ ഫീലിങ്സ് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, സോ അവിടെ മ്യൂച്വലി നിങ്ങൾ ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യുന്നുണ്ട്. ഈവൻ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും കോണ്ടാക്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫീലിങ്സ് ഓർ നിങ്ങൾ മ്യൂച്വലി ചില എനർജി കണക്ട് ചെയ്യുന്നുണ്ട്. ടെലിപ്പത്തിക്കലി നിങ്ങളുടെ ഒരു ഇന്റിമസി നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പ്രോബബ്ലി നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ ഒരു പ്രസൻസ് കൂടുതൽ
കണക്ട് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് എസ്പെഷ്യലി ലൈക്ക് നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വൈബ് ആക്ച്വലി ഈ വ്യക്തിയുടെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോൾമേറ്റ്, മേ ബി നിങ്ങൾക്ക് ഒരുപാട് സോൾ കണക്ഷൻ ഈ ഒരു സമയത്ത്, ഒരുപാട് സോൾ കണക്ഷൻ ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. യൂണിയൻ, ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരുപാട് സോൾ കണക്ഷൻ ഒക്കെ അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഒക്കെ ഫീൽ ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഫ്രണ്ട്ഷിപ്പ്, മേ ബി നിങ്ങൾ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടായിരിക്കണം. വെരി സൂൺ നിങ്ങൾ അങ്ങനത്തെ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടായിരിക്കണം. ഓർ നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫാമിലി, ഓക്കെ, നിങ്ങൾ ഒരുമിച്ച് വരുന്ന സിറ്റുവേഷൻസ് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു വ്യക്തി അത് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ. ഓക്കെ, യൂണിയൻ നിങ്ങൾ ഓൾറെഡി അങ്ങനത്തെ ഒരു യൂണിയനിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണുന്നില്ല. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ, എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അട്രാക്ട് ചെയ്തിട്ടുണ്ട് റിയൽ ലൈഫിലേക്ക്. ഓക്കെ, സോ അത് നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓർ വെരി സൂൺ നിങ്ങൾ എന്താണോ ഈ വ്യക്തിയുമായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളത് നിങ്ങൾക്കത് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു കൈൻഡ് ഓഫ് എസ്പെഷ്യലി ലൈക്ക് ഈ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നത് അത്ര അട്രാക്റ്റീവ് ആയിട്ടാണ്. ഓക്കെ, സോ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ ആ വ്യക്തിക്ക് ഒരുപാട് അട്രാക്ഷൻ നിങ്ങളടുത്ത് ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളടുത്ത് ഒരുപാട് ഹോം ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. അല്ലെങ്കിൽ നിങ്ങളെ പറ്റി ചിന്തിക്കുന്ന സമയത്ത്, നിങ്ങളെ കൂടെ നിൽക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് സെക്യൂർ ആയിട്ട് തോന്നുന്നുണ്ട്, ഒരു ഹോം ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്, സേഫ് ആയിട്ട് തോന്നുന്നുണ്ട്, ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ട്, സെലിബ്രേറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഓക്കെ, ഈവൻ നിങ്ങൾ ചിന്തിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും. ഓൾറൈറ്റ്, അവിടെ ചില കൺഫ്യൂഷൻസ് ആക്ച്വലി ഇല്ലാതാവുന്നുണ്ട്. സോ നിങ്ങൾ ആക്ച്വലി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പരസ്പരം നിങ്ങൾക്കുള്ള ഫീലിങ്സിനെ പറ്റിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ പരസ്പരം നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കാണുന്നത് എന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കണം. അതിനൊക്കെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു റിലേഷൻഷിപ്പിൽ കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഒരു വെരി സൂൺ നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണ്ടത്, എന്തൊക്കെയാണോ ഒരു ഡൗട്ട് ആയിട്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ മേലുള്ള ഒരു ഫീലിങ്സിൽ തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ആയിട്ട് ഈ ഒരു വ്യക്തിയുടെ ഫീലിങ്സിൽ തോന്നിയിട്ടുള്ളത്, അതിനൊക്കെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുകയാണ്. ഓൾറൈറ്റ്, സോ ചില വെയിറ്റ്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. റീയൂണിയന് വേണ്ടിയിട്ടുള്ള വെയിറ്റ്സ് ആയിരിക്കാം. ഓർ മേ ബി നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. സോ മേ ബി ലൈക്ക് 2 days ടൈം ഓർ 2 weeks ടൈം നിങ്ങൾ ഈ വ്യക്തിയെ മീറ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. റീയൂണിയൻ, ഓക്കെ, സോ റീയൂണിയൻ മീൻസ് ലൈക്ക് നിങ്ങൾ അങ്ങനെ ഒരു ലോങ് ഡിസ്റ്റൻസ് സിറ്റുവേഷൻ ആയിക്കൊള്ളണം എന്നില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ഹൈലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു സമയമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. സോ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ എക്സ്പ്രസ് ചെയ്യാൻ തോന്നുന്നത്, കണക്ട് ചെയ്യാൻ തോന്നുന്നത്, നിങ്ങളുടെ പ്ലാൻ എന്തൊക്കെയാണോ ഒക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൈമാണ്. എസ്പെഷ്യലി നിങ്ങൾ ഒരുമിച്ചിട്ട് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഒരേപോലെ ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്, ഒരേപോലെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി കംപ്ലീറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആവാൻ ഉള്ള ഒരു സിറ്റുവേഷനിലാണ്. സോ നിങ്ങളുടെ അടുത്തൊരു സ്പെഷ്യൽ കണക്ഷൻ ഒക്കെ മേ ബി ഒരു വ്യക്തി കാണിക്കുന്നുണ്ടായിരിക്കണം ഈ ഒരു സമയത്ത്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെയിൻ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ആലോചിക്കുന്നുണ്ടായിരിക്കണം ചില ആളുകൾക്ക്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാം. കാരണം ഈ വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് കണക്ട് തോന്നിയിട്ടുള്ള പേഴ്സൺ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കണക്ഷൻസ് തോന്നിയിട്ടുണ്ടായിരിക്കണം ഈ ഒരു വ്യക്തിയുമായിട്ട്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ മിഡിലായിട്ട് നിൽക്കുന്നുണ്ട്. അത് വ്യക്തികളായിരിക്കാം, വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ അവരുടെ ലൈഫിൽ ചില കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കൂടെ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ കൂടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതോ ഷെയർ ചെയ്തിട്ടുള്ളോ അതായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. മെയിൻ ആയിട്ട് നമുക്ക് എല്ലാവരുടെ അടുത്തും നമുക്കൊരു ഹോം ഫീലിങ്സ് തോന്നില്ല, സേഫ് ആയിട്ട് തോന്നില്ല, അല്ലെ? സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഡെഫിനറ്റ്ലി ആ വ്യക്തിക്ക് അതുപോലത്തെ ഒരു ഫീലിങ്സ് കൊടുക്കാൻ നിങ്ങളുടെ കണക്ഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് സാധിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അഗെയിൻ ചില ബൗണ്ടറീസ് ഉണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വ്യക്തികളല്ലാത്ത ചില കാര്യങ്ങളാണ് നിങ്ങൾക്കൊരു പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ വ്യക്തികളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് കണക്ട് ചെയ്യാനും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട്, ഈ വ്യക്തി നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്.
ചില ആക്ഷൻസ് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ചില റെസ്പോൺസ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ചില റിയാക്ഷൻ, ചില കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ. ഓൾറൈറ്റ്, സോ ഈ വ്യക്തിയുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, വേറെ ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്കൊരു ഡിസ്റ്റൻസ് തോന്നുന്നുണ്ടായിരിക്കാം. ബട്ട് സ്റ്റിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫീലിങ്സ് ഹോൾഡ് ചെയ്യുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വ്യക്തി കണക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തി അങ്ങനത്തെ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2. നിങ്ങൾക്കുള്ള മെസ്സേജ് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.